നമ്മത്തുള്ള നെക്സ്റ്റ് ചാപ്റ്ററിൽ പവർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഓർഗനൈസേഷൻ എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പവർ? പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയൊക്കെ ഈ ഇൻഫ്ലുവൻസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ് പവർ എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾസ് എ പേഴ്സൺസ് ടു ഗെറ്റ് തിങ്സ് ഡൺ അക്കോർഡിംഗ് ടു ദെയർ വിഷസ്. ഒരാൾക്ക് അയാളുടെ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താനും അല്ലെങ്കിൽ ചെയ്ത് കിട്ടാനൊക്കെ ഉള്ളൊരു കഴിവ് അല്ലെങ്കിൽ അത് അതിനെ സഹായിക്കുന്നു. ഓർ എക്സിസ്റ്റ് ഇൻ ഓൾ ലെവൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലുകളിലും ഓർഗനൈസേഷൻ്റെ ഇതിൽ പവർ ഉണ്ട് നടത്താം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ടു അതേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. മറ്റുള്ള ആളുകളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരാളുടെ കഴിവാണ് അല്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റിയാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സസ് ഓഫ് പവർ, ഒന്നാമതായിട്ട് ലെജിറ്റിമേറ്റ് പവർ. പവർ ഇസ് ബേസ്ഡ് ഓൺ ഒഫീഷ്യൽ പൊസിഷൻ ഓർ അതോറിറ്റി കം ഫ്രം ഓർഗനൈസേഷണൽ ഹൈറാർക്കി. ഒരു ഓർഗനൈസേഷൻ്റെ ഹൈറാർക്കി അനുസരിച്ച് അയാൾക്ക് ഒഫീഷ്യലായി കിട്ടുന്ന സ്ഥാനമോ അല്ലെങ്കിൽ അധികാരത്തിനാണ് ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു മാനേജറിൻ്റെ തൻ്റെ സബോർഡിനേറ്റ്സിനോടുള്ള അതോറിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു HR-ന് മറ്റുള്ള വെർഡിനേറ്റിലെ അതോറിറ്റി പോലെ, അല്ലെങ്കിൽ MD-ക്ക് സബോർഡിനേറ്റ്സ് അയാളുടെ കയ്യിലുള്ള ആൾക്കാർക്കുള്ള പവർ പോലെ. അപ്പം ഇനി റിവാർഡ് പവറാണ്. പവേഴ്സ് ടു ഗിവ് റിവാർഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഇൻക്ലൂഡ് പ്രൊമോഷൻ, സാലറി ഇൻക്രീസ്, റെക്കഗ്നൈസേഷൻ. ഒരാൾക്ക് തിരിച്ച് അയാളെ കമ്പനിയിൽ റെക്കഗ്നൈസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ സാലറി ഇൻക്രീസിന്, പ്രൊമോഷന്, ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു റിവാർഡ്സ് കൊടുക്കാനുള്ളൊരു പവറാണ് വേറൊരു സോഴ്സ്. പിന്നെ കോയേഴ്സീവ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ് ചെയ്യാനും അല്ലെങ്കിൽ അയാൾക്ക് പെനാൽറ്റീസ്, പെനാലൈസ് ഇൻക്ലൂഡ് തളച്ച് ഡിമോഷൻ ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻ. അയാൾക്ക് അച്ചടക്കരാഹിത്യത്തിന് ആക്ഷൻ എടുക്കാൻ, ഡിമോഷന്, ത്രെറ്റുകൾ കൊടുക്കാൻ, ഇതിനൊക്കെ ഉള്ളൊരു പവറാണ് നെക്സ്റ്റ് പറയുന്നത്. പിന്നെ എക്സ്പേർട്ട് പവറാണ്. ഒരാളുടെ സ്കില്ലിനും നോളജിനും അനുസരിച്ച് അയാൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എംപ്ലോയീസ് തൻ്റെ കൂടെയുള്ള എക്സ്പേർട്സിനെ ഫോളോ ചെയ്യാണ്ട് റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ റെഫറൻറ്റ് പവർ എന്ന് നെക്സ്റ്റ് പറയുന്നത് പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ കരിസ്മ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഉണ്ടാക്കുന്നത് പവറാണ്. ഈ ഫോളോവേഴ്സ് ഐഡൻറ്റിഫൈ വിത്ത് ദ ലീഡർ. ലീഡറിൽ ആണ് ആളുകൾ ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഈ മീനിങ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷണൽ പൊളിറ്റിക്സിൻ്റെ ഓർഗനൈസേഷൻ പൊളിറ്റിക്സിൻ്റെ മീനിങ് എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് റെഫേഴ്സ് ടു ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് ടു ഗെയിൻ പേഴ്സണൽ അഡ്വാൻറ്റേജ് ഓഫ് ഇൻവോൾവ്സ് യൂസ് ഓഫ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഇൻഫ്ലുവൻസും പവറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് കൂടുതലും നടക്കുന്നത്. ഓർഗനൈസേഷൻ ഗോളിനെ ഇത് സപ്പോർട്ട് ചെയ്യുകയും ചില ടൈമിൽ സപ്പോർട്ട് ചെയ്യുകയും മേ നോട്ട് സപ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ബൈ ഇൻഡിവിജ്വൽസ് ടു അക്വയർ, ഡെവലപ്പ്, യൂസ് പവർ ഓഫ് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം പവർ യൂസ് ചെയ്തിട്ട് സ്വന്തം അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഇതിൻ്റെ കാരണമായിട്ട് വരുന്നത് ഒന്നാമത്തെ സ്കാരിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ ലാക്ക് ഓഫ് റിസോഴ്സുകൾ ഉണ്ടാവുന്ന പേടി. പിന്നെ ആംബിഗസ് ഗോള് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലാത്ത ഗോളുകൾ ഉണ്ടാവില്ല എന്ന് ക്ലിയറായിട്ട് നയിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, ഗോള് എന്താണെന്ന് ക്ലിയർ അല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. പിന്നെ റോൾ കോൺഫ്ലിക്റ്റുകൾ, പരസ്പരമുള്ള റോളുകൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഡിഫറൻസസ് ഇൻട്രസ്റ്റ്, പരസ്പരം ഉണ്ടാകുന്ന ഇൻട്രസ്റ്റുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ പവർ സ്ട്രഗിൾസ്, രണ്ടാളുകൾ തമ്മിലുള്ള പവറുകൾ അല്ലെങ്കിൽ രണ്ട് പവറുകൾ തമ്മിലുണ്ടാകുന്ന സ്ട്രഗിളുകൾ. പിന്നെ ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി, സുതാര്യത കുറവ് മൂലമൊക്കെ അതുണ്ടാകാൻ സാധ്യത. പിന്നെ പൊളിറ്റിക്കൽ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ബിഹേവിയർ കോമൺ ഫോമുകൾ എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഫോമിങ് അലയൻസ്, ഇപ്പോൾ പരസ്പരമുള്ള അലയൻസ് എന്ന് പറയുക, ഇടയിൽ അലയൻസ്. പിന്നെ ബ്ലെയിമിങ് അതേഴ്സ്, അവർ വേറുള്ളവരെ ബ്ലെയിം ചെയ്യുക. ഇമേജ് ബിൽഡിങ്, സ്വന്തം ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ലോബിങ് ഫോർ സപ്പോർട്ട്,
എന്ന് പറഞ്ഞാൽ കൂടെ ആളെ കൂട്ടുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് എഫക്റ്റുകൾ ഉണ്ടാകും എന്ന് വെച്ചാൽ ഡെസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. പിന്നെ യൂസ്ഫുൾ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റുകൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പിന്നെ ഓർഗനൈസേഷണൽ ചേഞ്ചുകൾ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അടുത്തത് നെഗറ്റീവ് എഫക്റ്റുകളാണ്. അത് സ്ട്രെസ്സും ഡിസാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്നു. പിന്നെ ട്രസ്റ്റ് ഇല്ലാതാക്കുന്നു. പിന്നെ കോൺഫ്ലിക്റ്റുകൾ കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കുറക്കാനും ഇത് കാരണമാകുന്നു. ഇനി മാനേജിങ് പവർ ആൻഡ് പൊളിറ്റിക്സ് ക്യാൻ ബി മാനേജ്ഡ് ബൈ പ്രൊമോട്ടിങ് എത്തിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ചോയ്സസോ ആൻഡ് ടേക്കിംഗ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഇൻറ്റഗ്രിറ്റി, ഫെയർനെസ്, ഓണസ്റ്റി, റെസ്പെക്റ്റ് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ശരിയായ ചോയ്സുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക, എത്തിക്കൽ ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ എൻഷുറിങ് ഫെയർ പോളിസീസ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ഓപ്പർച്യൂണിറ്റിയിൽ ജസ്റ്റിസ് ട്രീറ്റ്മെൻറ്റൊക്കെ ഇമ്പാർഷ്യൽ ആവാതിരിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫേവറേറ്റിസം, ഡിസ്ക്രിമിനേഷൻ എംപ്ലോയ്മെൻറ്റിൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കുക. പിന്നെ എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. പിന്നെ ക്ലാരിഫൈ റോൾസും റെസ്പോൺസിബിലിറ്റീസ്, ഓരോരുത്തർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പവറും പൊളിറ്റിക്സും കറക്റ്റായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് പവർ കറക്റ്റായി യൂസ് ചെയ്ത് നമ്മുടെ നെഗറ്റീവ് പൊളിറ്റിക്കൽ ബിഹേവിയർ കുറക്കാൻ സാധിക്കും. പിന്നെ നല്ലൊരു ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഒരു ഇന്നോവേറ്റബിൾ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റർ തന്നെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പവറും പൊളിറ്റിക്സും എന്നുള്ളത്. അപ്പോൾ ഇത് എഫക്റ്റീവായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെർഫോമൻസിലും അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അസ്സലാമു അലൈക്കും.